പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് വാഴ്ത്തപ്പെടട്ടെ. വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പുണ്യപാദപീഠത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടും ദൈവവചനത്താലുള്ള ആത്മവിശ്വാസത്തോടും നാം ഈ സമയം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിപ്പാനിടയാകും. വചനം ജഡമായി തീർന്ന വചനം കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്ത ആ തിരുവചനത്തിൻ്റെ ശക്തി ഇന്ന് ഈ ദൈവവചന ശബ്ദത്തിലൂടെ അധികം മഹത്വത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു നല്ല സമയമായി തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ പാദാമിലായിരിക്കാനിടയാകട്ടെ. ഈ ചാനൽ സ്തോത്രം നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഈ ശബ്ദങ്ങൾ നിങ്ങളുടെ കാതുകൾ മുഴങ്ങുമ്പോൾ അതൊരു കേവലം ഒരു മാനുഷ്യ ശബ്ദമായിട്ടല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത അതേ ശക്തിയോടെ വെളിപ്പെടാനിടയാവും. പ്രാർത്ഥനയോടുകൂടെ ചില നിമിഷങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് തിരുവചന ചിന്തയുമായി കടന്നു വരികയാണ്. ഇന്ന് ഞാൻ അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ 3 തലങ്ങൾ. 3 അത്ഭുതങ്ങളുടെ 3 തലങ്ങളും എനിക്ക് പ്രസംഗിപ്പാനുള്ള സമയം ഇതിനകത്തില്ല. അതിൻ്റെ രത്നച്ചുരുക്കം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. യേശു കർത്താവിൻ്റെ ജനനം മുതൽ അവൻ്റെ മരണവും അവൻ്റെ ആയിരിക്കുന്ന ഇപ്പോഴത്തെ മരണം, അടക്കം, ഉയർത്തെഴുന്നേറ്റ ശേഷവും ആ അത്ഭുതം ഇന്നും ലോകരാജ്യങ്ങളിൽ, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ ആ അത്ഭുതത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദപുസ്തകം മാത്രമല്ല, സർവശക്തനായ യേശു കർത്താവ് തന്നെ ഒരു അത്ഭുതമാണ്. എന്നാൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങളുടെ തലങ്ങൾ വിശുദ്ധ ബൈബിൾ ഉണ്ടെങ്കിലും ഒരു 3 തലങ്ങൾ വേഗത്തിൽ ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കട്ടെ. അതിനാധാരമായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 43-44 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ കാണാപ്പാടം സുപരിചിതമായ വചനമാണ്. 43 ഇങ്ങനെ വായിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന 3 തലങ്ങൾ: 1, യേശുവിൻ്റെ വിളിയാലുള്ള അത്ഭുതം, വിളിച്ചാൽ അത്ഭുതങ്ങൾ. 2, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-14 വായിക്കുമ്പോൾ അവൻ്റെ തൊടലിൽ ഉള്ള അത്ഭുതം. 1 വിളിയിലുള്ള അത്ഭുതം, 2 തൊടലിലുള്ള അത്ഭുതം. 3-ാമത് ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 53-54 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പിടിച്ചാൽ ഉണ്ടാകുന്ന അത്ഭുതം. 1 വിളിയിൽ, 2 തൊടലിൽ, 3 പിടുത്തത്തിൽ. യേശുവിൻ്റെ വിളിയിൽ അത്ഭുതങ്ങൾ. നമുക്കറിയാം, ലാസറിന്റെ ഭവനം, മാർത്തയും മറിയയും ലാസറും അടങ്ങുന്ന ഒരു കൊച്ചു ഭവനം. യേശു ഏറ്റവും അധികമായി സ്നേഹിച്ച, യേശു ഏറ്റവും അധികമായി അവരുമായിട്ടാണ് ഏറ്റവും അധികമായി ഇടകലർന്ന് ജീവിച്ചത്. എന്നാൽ യേശുവിൻ്റെ ഉറ്റ സ്നേഹിതനാണ് ലാസർ എന്ന് അവിടെ കാണുന്നുണ്ട്. എന്നാൽ സ്നേഹിതനായ ലാസർ മരിച്ചു. ലാസർ മരിക്കുന്നു, രോഗിയായി കിടന്നു. യേശുവിനെ അറിയിച്ചു. യേശു രോഗിയായി കിടന്നപ്പോൾ അവിടെ എത്താൻ കഴിഞ്ഞില്ല, മരിച്ചപ്പോഴും വന്നില്ല, മരണാനന്തര ശുശ്രൂഷയിൽ വന്നില്ല, അടക്കത്തിൽ വന്നില്ല. അടക്കം കഴിഞ്ഞ് വീട്ടിൽ വന്ന് സമതലയില്ലാതെ വേദനയോടെ കരയുന്ന 2 വിധവകളായ സഹോദരിമാരടിയിലേക്ക് ആശ്വാസമായിട്ട് ആയിരക്കണക്കിന് ജനം വന്നപ്പോഴും യേശു വന്നില്ല. അതിനുശേഷം അടക്കം കഴിഞ്ഞു 4-ാം ദിവസം യേശു വരികയാണ്. നമുക്കറിയാം, വീടിൻ്റെ സ്ഥിതിഗതികൾ ചെറുതല്ല. യേശുവിൻ്റെ ആ വരവെങ്കിൽ വലിയ പ്രതിസന്ധികൾ നിറഞ്ഞു കിടക്കുന്ന അന്തരീക്ഷത്തിലാണ് യേശു ആ ഭവനത്തിൽ കയറി വരുന്നത്. എന്നാൽ യേശു വന്നു. സ്തോത്രത്തോട് ചോദിച്ച ചോദ്യമാണ്, അവനെ എവിടെയാണ് വെച്ചത്? പല ഉത്തരങ്ങൾ അവിടുന്ന് യേശുവിൻ്റെ കാതുകൾ വീണു. സ്തോത്രമല്ലേലിയ. മാർത്ത പറഞ്ഞു, അവനെ ഇന്ന സ്ഥലത്ത് വെച്ചു. അവനെ വെച്ച് 4 ദിവസമായി അവൻ നാറ്റം വെച്ചു. യേശു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ എവിടെ വെച്ചു? വെച്ച സ്ഥലം അവർ പറഞ്ഞു. യേശു അവിടേക്ക് പോകുകയാണ്. ആ കല്ലറയ്ക്കരികിൽ ചെന്നിട്ട് ആയിരക്കണക്കിന് പുരുഷാരം, ആയിരക്കണക്കിന് ജനം നോക്കി നിൽക്കെ യേശു മാർത്തയും മറിയയും നിൽക്കുമ്പോൾ തന്നെ ആ കല്ലറയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു, ലാസറേ
പുറത്തു വരിക. ഈ ശബ്ദത്തിന് അകത്ത് ചീഞ്ഞ് നാറി അസ്ഥിയിൽ നിന്നും മാംസങ്ങളും ഞരമ്പുകളും ത്വക്കുകളും എല്ലാം കൊഴിഞ്ഞു പോയ അകത്തളങ്ങളിൽ 4 ദിവസം ആ ദുർഗന്ധം പമിച്ചു കിടക്കുന്ന കല്ലറയ്ക്കകത്തേക്ക്, ദുർഗന്ധത്തിന്റെ അകത്തേക്ക് യേശുവിന്റെ ശബ്ദം ഇടിച്ചു കയറി ചെന്നപ്പോൾ ആ ദുർഗന്ധങ്ങൾ വഴിമാറിയിട്ട് ശരീരത്തിൽ നിന്ന് അറ്റുപോയ ഞരമ്പുകളും ശരീരത്തിൽ നിന്ന് സ്തോത്രമല്ല ഇല്ലാതെയായിരിക്കുന്ന ശരീരത്തിന്റെ കോശങ്ങളും നാഡീ ഞരമ്പുകൾ മാംസങ്ങള് ത്വക്കുകൾ ആ ശബ്ദത്തിന്റെ അകത്ത് ദുർഗന്ധങ്ങളെ വകഞ്ഞു മാറ്റിയിട്ട് ആ അസ്ഥിയിലേക്ക് വന്നുകൂടുവാൻ യേശുവിന്റെ ആ ശബ്ദത്തിന് അധികാരമുണ്ടായിരുന്നു. ഇന്ന് സമയം തന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ ഏതെങ്കിലും ഭാരത്തോടെ ഒരിക്കലും ഇനി സാധിക്കത്തില്ല, ഒരിക്കലും ഇനി നടക്കത്തില്ലെന്ന് നീ അടിവരയിട്ടിരിക്കുന്ന വിഷയങ്ങൾ, നിന്റെ തലമുറയുടെ വിഷയമോ നിന്റെ വിഷയമോ നിന്റെ കുടുംബത്തിന്റെ വിഷയമോ ഏത് വിഷയമാണെങ്കിലും ഇനി അതൊരിക്കലും നടക്കത്തില്ല, അതിനി ഒരിക്കലും ഉയർക്കത്തില്ല, അതിനി വെളിച്ചം കാണത്തില്ല, അതിനി സമൂഹത്തിൽ സ്തോത്രമല്ല നീതിയോടെ നിൽക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് ഒടുക്കിക്കളഞ്ഞാൽ ഇരുളിന്റെ വ്യാപാരങ്ങളെ വഴി മാറ്റിയിട്ട് സകലതും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് പരിഹാസങ്ങളാകട്ടെ വ്യത്യസ്തമായിരിക്കുന്ന സംസാരങ്ങൾ ഉയർന്ന് അന്തരീക്ഷ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ സംസാരങ്ങളെല്ലാം വഴിഞ്ഞു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രവൃത്തികൾ കല്ലറയ്ക്കകത്ത് രൂപാന്തരപ്പെട്ടവൻ ജീവനോടെ കല്ലറയ്ക്കുന്ന് പുറത്തു വരികയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈദ്യരെ, ചിലതൊക്കെ നിന്റെ വീടിന്റെ അകത്ത് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, പുറം ലോകം കാണിക്കത്തില്ല, പുറത്തേക്ക് എടുക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്നെയോ നിന്റെ തലമുറയോ നിന്റെ ആത്മീയ ഭൗതിക ശാരീരിക മാനസികമായ മേഖലകളെ സ്തോത്രം അടച്ചിട്ട് അതിന് വെളിച്ചം കാണത്തില്ല, അതിന് ഒരിക്കലും വെട്ടം കാണത്തില്ല, അതാരും മുമ്പിൽ നിൽക്കത്തില്ലെന്ന് വിധി പറഞ്ഞ ചിലതിനെ വെട്ടി മാറ്റിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇന്ന് പറയുന്നു അതൊരു വിടുതൽ സംഭവിക്കാൻ പോവുക. യേശുവിന്റെ വിളിയാലുള്ള അത്ഭുതം. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം സ്തോത്രം 13-14 വായിക്കുമ്പോൾ അവൻ തൊട്ടു എവിടെയാണ് തൊട്ടത്? അവൻ തൊട്ടപ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. യേശു തൊട്ടാൽ ചുമക്കുന്നവർ നിൽക്കും, ചുമക്കുന്നവർ നിന്നാൽ ചുമക്കുന്നവന്റെ തോളിൽ മഞ്ചമാണ്. മഞ്ചത്തിന്റെ അകത്ത് ആ പട്ടണത്തിലെ ഒരു പാവപ്പെട്ട വിധവയ അമ്മച്ചിക്ക് ഏക മകൻ മരിച്ചവന്റെ ബോഡിയുമായിട്ട് മശാനത്തിലേക്ക്, കല്ലറയിലേക്ക് വിലാപയാത്രയുമേ പട്ടണത്തിന്റെ ഉള്ളിൽ നിന്ന് അമ്മയും കൂട്ടരും കരഞ്ഞുകൊണ്ട് തന്റെ മകനെ ചുമന്നുകൊണ്ടുവരുമ്പോൾ ചുമക്കുന്നവരെ യേശു ഹല്ലേലൂയ നോക്കി ചുമക്കുന്നവരെ തൊട്ടില്ല. കരയുന്ന അമ്മയോട് തൊട്ട് ആശ്വാസം പറഞ്ഞില്ല. മാഞ്ചത്തെ തൊട്ട് ഇന്ന് പകൽ ആശയറ്റു കിടക്കുന്ന, ജീർണിച്ചു കിടക്കുന്ന, ചലനമില്ലാതെ കിടക്കുന്ന, ചലിക്കുകയില്ല എന്ന് വിധി പറഞ്ഞ അതിനെ യേശു തൊടുകയാണ്. ഇന്ന് നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ ഡോക്ടർമാർ ഉപേക്ഷിച്ചതാകാം, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടതാകാം, നീ ഇനി അതിന് സൗഖ്യം എനിക്ക് കിട്ടത്തില്ല എന്ന് വിധി പറഞ്ഞതാകാം. പക്ഷെ യേശു ഇന്ന് പകൽ അതെ തൊടുകയാണ്. ഉണ്ടാവാറ ഹർത്തരാജക ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. വീടിന്റെ അകത്ത് നിലവാരങ്ങളെ ദൈവം മാറ്റാൻ പോയിട്ടോ. നിന്റെ ഭർത്താവിന്റെ മദ്യപാനി ഒരിക്കലും മാറത്തില്ല. നിന്റെ കുഞ്ഞുങ്ങളുടെ മദ്യപാനം, അവരുടെ ആയിരിക്കുന്ന വഴിതെറ്റ ജീവിതം, അല്ലെങ്കിൽ സ്തോത്രമല്ലേലൂയ വീടിന്റെ അകത്ത് അസമാധാനം ഇനി ഒരിക്കലും സമാധാനത്തിലേക്ക് ഞങ്ങളെ നയിക്കത്തില്ലെന്ന് വിധി പറഞ്ഞിരിക്കുമ്പോൾ, അധ്വാനിക്കുമ്പോൾ മുഴുവനും ദാരിദ്ര്യത്തിലും അതിൽ നിന്നൊരു കരകയറ്റമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ യേശു ഇന്ന് പകൽ ചലനമറ്റതിനെ തൊട്ടെങ്കിൽ, ചുമക്കുന്നവർ നിന്നെങ്കിൽ ചുമക്കുന്നവർ നിന്നു, ചലനമറ്റവൻ ശവമഞ്ചത്തിൽ എഴുന്നേറ്റ് നിന്നു, അവനവിടെ ശരിയാമണം സംസാരിച്ചു എഴുതി വെക്കുക. ഇന്ന് പകൽ എന്റെ യേശു പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ചില അസാധാരണ ചില ദൈവപ്രവൃത്തികൾ നിന്നെ കൂടി ചില വലിയ സാക്ഷ്യങ്ങൾ പറയിപ്പിക്കും മാതാവേ, നിന്നെ കൂടി ചില സാക്ഷ്യങ്ങൾ പറയിപ്പിക്കും പിതാവേ, നിന്നെ കൂടി ചില സാക്ഷ്യങ്ങൾ പറയിപ്പിക്കും സഹോദരി സഹോദര കുഞ്ഞെ. നിന്റെ വിദ്യാഭ്യാസം, നിന്റെ ജോലി, നിന്റെ ഭാവി, നിന്റെ ഭർത്താവുമായുള്ള ബന്ധം, നിന്റെ ഭാര്യയുമായുള്ള ബന്ധം എവിടെ അകലച്ച് പറ്റുമോ? തലമുറകൾക്ക് വേണ്ടി കരയുന്നു, തലമുറകൾ ഇല്ലാതെ നീ ഭാരത്തോടെ ആയിരിക്കും. ഇന്ന് പോലെ യേശു പറയുന്നു, നിന്റെ ആ വിഷയത്തിന് നടുവിൽ അവനൊന്ന്
തൊടാൻ പോകുകയാണ്. മൂന്നാമത് നോക്കിക്കേ, അല്ലെ ലൂക്കോസ് 8 അതിന്റെ 53 54 വായിക്കുമ്പോൾ അവളുടെ കൈക്ക് പിടിച്ചു, ബാല എഴുന്നേൽക്കുക, അവളുടെ ആത്മാവ് മടങ്ങി വന്നു. ബാലെ നീ എഴുന്നേൽക്കുക. എന്താ പറയാൻ കാരണം? അവളെ കൈക്ക് പിടിച്ചിട്ട് ബാലെ നീ എഴുന്നേൽക്കുക എന്ന് അവളോട് പറഞ്ഞപ്പോൾ അവളിൽ നിന്ന് ഒഴിഞ്ഞുപോയ, അവളിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയ ആത്മാവ് അവളിലേക്ക് മടങ്ങി വരികയാണ്. മരിച്ച ഡെഡ് ബോഡിയിലേക്ക്, മരിച്ച ശരീരത്തിലേക്ക് ആ ജീവന്റെ ആത്മാവ് അകന്നു പോയതിനെ യേശു വിളിച്ചു വരുത്തുകയാ ഇന്ന് പകൽ. അതുകൊണ്ടാണ് പറയുന്നത്, ഇല്ലായ്മ സകലം ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ അധികാരമുള്ളവൻ. ഉദാര ഹർത്തരാജക ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. സമയത്തിരുന്നത് പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകുക. ഒന്ന്, യേശു വിളിച്ചാൽ; രണ്ടവൻ തൊട്ടാൽ; മൂന്നവൻ പിടിച്ചാൽ. ഇന്ന് പകൽ ദൈവിക വിടുതലുകൾ ഈ നിമിഷം ഈ ശബ്ദം നിങ്ങളുടെ കാതുകൾ എവിടെ ഇരുന്ന് കേട്ടാലും, നീ ഓഫീസിലായിരിക്കാം, ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കാം, വീടിന്റെ അകത്തായിരിക്കാം, ഹോസ്പിറ്റലായിരിക്കാം, ശരീരത്തിൽ വീൽ ചെയറിലായിരിക്കും, എവിടെയോ ആകട്ടെ, ഈ സമയത്ത് ശബ്ദം നിന്റെ കാതിൽ മുഴുകുമ്പോൾ ദൈവശബ്ദം നിന്നെ കയറി പിടിക്കുകയോ, ദൈവശബ്ദം നിന്നെ തൊടാൻ പോകുകയോ, ദൈവശബ്ദം നിന്നെ ചേർത്ത് വിളിക്കാൻ പോകുകയോ, അവന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സ്വത്രം പറഞ്ഞാട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസം ദൈവജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കർത്താവ് ഈ ചാനലിൽ കൂടി കർത്താവ് കേൾക്കുമ്പോൾ ജനത്തിന്റെ ഉള്ളിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങിച്ചെല്ലണമേ. അത്ഭുതങ്ങൾ ദൈവം ചെയ്താട്ടെ, അത്ഭുതങ്ങൾ ചെയ്താട്ടെ. വചനത്താലുള്ള വിടുതലുകൾ നിന്റെ ജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യുന്നുകൊണ്ട് നന്ദി. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഈ വചനത്താൽ എന്റെ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എവിടെ പ്രാർത്ഥനയും, നിങ്ങളുടെ എവിടെയും നല്ല സ്തോത്രമല്ല പ്രാർത്ഥന സപ്പോർട്ടും ആത്മാവിൽ പ്രതീക്ഷിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.